വഴിക്കട വാനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 62,67,800 രൂപയുമായി തമിഴ്നാട് സ്വദേശി എക്സൈസ് സംഘം പിടികൂടി. തമിഴ്നാട് കോയമ്പത്തൂർ സെൽവപുരം സ്വദേശി നാഗരാജനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ നടത്തിയ വാഹന പരിശോധനയിലാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് പിടിയിലായത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാവിലെ 7:10 എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഗൂഡല്ലൂർ പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ നിന്ന് ഇയാൾ പിടിയിലായത്. എക്സൈസിന്റെ പരിശോധനയിൽ പരിഭ്രാന്തനായ നാഗരാജനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പണം കണ്ടെടുത്തത്. 500 രൂപ അടങ്ങിയ 50,000 രൂപയുടെ 125 കെട്ടുകളും 200 രൂപയുടെ 17,800 രൂപ അടങ്ങിയ ഒരു കെട്ടുമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണപ്പണിക്കാരനായ നാഗരാജന് എഴുത്ത് ലോട്ടറിയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വളരെയധികം ശക്തമായിട്ടുള്ള രീതിയിലുള്ള സ്പെഷ്യൽ ഡ്രൈവും മറ്റു കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധന ശക്തമാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 7:10 മണിക്ക് ഗുഡല്ലൂർ പെരിന്തൽമണ്ണ റോഡിൽ ഓടുന്ന KSRTC ബസ് പരിശോധിക്കുകയും തുടർന്ന് ബസ്സിൽ ഒരാൾ ഞങ്ങളുടെ പരിശോധന കണ്ടപ്പോൾ സംശയകരമായിട്ട് പെരുമാറുകയും ചെയ്യുകയും ഭയപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ സമയം തന്നെ ഞാനും പാർട്ടിയും എൻ്റെ ബാഗ് തുറന്ന് പരിശോധിക്കുകയും ബാഗ് തുറന്ന് പരിശോധിച്ചിലായതിൽ ഒരു 500 രൂപയുടെ ഡിനോമിനേഷൻ വരുന്ന 50,000-ൻ്റെ 125ഓളം കെട്ടുകളും അതേപോലെ തന്നെ 200-ൻ്റെ 89 നോട്ടുകളും ആകെ 6,62,67,800 രൂപയും ആണ് ഇതിന്ന് കണ്ടെടുത്തത്. അപ്പോൾ ഇയാൾ കോയമ്പത്തൂർ സ്വദേശിയാണ്. കോയമ്പത്തൂരിൽ ഇയാൾ വരുന്നതാണ്. ഇയാൾ ജോലി എന്താണെന്ന് പറയത്തില്ല. സ്വർണ്ണപ്പണിക്കാരനാണെന്ന് നിലവിൽ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. മതിയായ രേഖകളൊന്നും ഇയാളില്ല. ഇയാൾക്കുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ ഇയാൾ പറയാൻ പറ്റുന്നില്ല. ഫർദർ നടപടി എന്താണ്? ഫർദർ നടപടി ഇയാളെ നമ്മൾ കൺസേൺ ആയിട്ടുള്ള അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസ്പെക്ടർക്ക് പുറമെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PP പ്രമോദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N മുഹമ്മദ് ഷെരീഫ്, A വിഷ്ണുജിത്ത്, PM സനു എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് നൗ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.